ഹായ് ഡിയർ. അങ്ങനെ ഞാനും പോയി ഇന്നലെ ചിന്ന ചിന്ന ആസി കണ്ട്. അടിപൊളി ഫിലിമാണ്. പക്ഷെ നമുക്ക് അതിനകത്തൊരു തിയേറ്റർ സ്പേസ് പിടിക്കാത്തതിനൊരു കാരണം എനിക്ക് തോന്നിയത്, സ്റ്റോറി നല്ലതാണ്, മേക്കിംഗ് നല്ലതാണ്, പക്ഷെ അതെന്തുകൊണ്ടാണ് നമുക്ക് അത് തിയേറ്റർ സ്പേസ് പിടിക്കാത്തത്? 1 2 3 ആ ഒരു സ്റ്റെപ്പിലാണ് ഈ ഫിലിം പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് തുടങ്ങി ആ ഒരു സ്ഥലത്ത് തന്നെ അവസാനിക്കുന്നത്. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു പക്ഷേ കുറച്ചും കൂടെ ഒരു 2-3 ഡേയ്സിലെ സ്റ്റോറി ആയിട്ട് എടുത്തിട്ട് അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്, അല്ലെങ്കിൽ ഫിലിമിൻ്റെ ആക്ട്രസിൻ്റെ, ഇപ്പം ലീല അല്ലെങ്കിൽ മാഷ് എന്ന് പറയുന്ന ആ രണ്ട് കഥാപാത്രങ്ങളുടെ തൊട്ട് മുമ്പും പിമ്പുമുള്ള ഒരു സ്റ്റോറി കുറച്ചും കൂടെയൊക്കെ ഒന്ന് ചേർത്തിരുന്നെങ്കിൽ ഒരു ഒഴുക്കുണ്ടായേനെ. ഒരു ഒഴുക്കുമില്ലാതെ ഫസ്റ്റ് കോസ്റ്റ്യൂമിൽ തന്നെ സിനിമയുടെ ഏതാണ്ട് ഒരു 75% അവസാനിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊരു സംഭവം തോന്നില്ല. ഒരു സ്റ്റോറി ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടു പോകുന്നു. അവിടെ നമ്മളെ പിടിച്ചിരുത്താനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് വേറെ ഒരു തലങ്ങളിലേക്ക് എത്താനുള്ള ഒന്നുമില്ല. ഫിലിം അടിപൊളിയാണ്. അതിൽ ഭയങ്കരമായിട്ട് നമുക്ക് കരയുന്ന സീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകുന്നൊക്കെ പറയുന്ന സീനുണ്ട് അവിടെ. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കണ്ണിൽ കണ്ടത് അവിടെ ഒരു ലീല ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ വാരണാസിയിൽ ഒഴുക്കാനായിട്ട് ഒരു ആൾ അയാളുടെ വൈഫിൻ്റെ ചിതാഭസ്മമായിട്ട് വരുന്നു, അത് തട്ടിപ്പോകുന്നു. അവിടെ ആ മനുഷ്യൻ അഭിനയിച്ച് തകർക്കുന്ന ആ ഒരു പെർഫോമൻസ്, അതിൽ നമ്മുടെ ഹൃദയം ഉലച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സീനായിരുന്നു അത്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ക്രൈയിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് ലീലയുടെ ലാസ്റ്റ് ഡേ ആണ്. ആ ലാസ്റ്റ് ഡേയിൽ നമുക്ക് ലീലയെ ഉണർത്താനായിട്ട്, നേരം വെളുത്തപ്പം എഴുന്നേൽപ്പിക്കാനായിട്ട് മാഷി ശ്രമിക്കുമ്പോൾ വരുന്ന ആ ഒരു മുഹൂർത്തം നമ്മുടെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിക്കും. അപ്പോഴാണ് നമുക്ക് ആ സിനിമയുടെ ഒരു ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ ഒരു സംഭവത്തിൻ്റെ കഥകൾ ഉള്ളിലേക്ക് ഇങ്ങനെ തിരയടിച്ച് വരുന്നത്. അതുവരെ നമ്മളത് കണ്ടു പോവുകയാണ്. ഒരാളുടെ ആഗ്രഹവും അവളുടെ സ്വപ്നങ്ങളും അവളുടെ ജീവിതവും അവൾക്ക് നടക്കാതെ പോയ കാര്യങ്ങളും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും നമുക്കതിൽ പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും വരുന്നില്ല. പ്രത്യേകിച്ച് ഡയലോഗുകൾ തമിഴാണ്. അപ്പോൾ തമിഴ് ഡയലോഗുകൾ ഇപ്പോൾ ഇത് കാണാൻ വന്നിരിക്കുന്നവ സ്ത്രീകളാണ്, അവരെയാണ് ഇത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത്. ഇന്ദ്രൻസ് ചേട്ടൻ്റെ അഭിനയം തകർത്ത അഭിനയം. അതായത് സൈലൻ്റായിട്ട് നിന്ന് ഉള്ള എല്ലാ ഭാവഭേദങ്ങളും അവിടെ മാഷ് എന്ന് പറയുന്ന ആ കഥാപാത്രം അവിടെ പ്രകടിപ്പിക്കുവാണ്. അപ്പോൾ ലീലയുടെ ആ ഒരു ക്യാരക്ടറിൽ വന്നിരിക്കുന്ന ഡയലോഗുകൾ ഫുൾ തമിഴാണിത്. മലയാളം കുറച്ച് അറിയും എന്ന് പറയുന്നുണ്ട്. ആ മലയാളത്തിലേക്ക് എത്താതെ തന്നെ തമിഴിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അവളുടെ വികാരങ്ങളെ അതേപോലെ ഒപ്പിയെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം തമിഴിൽ വരുന്ന ഒരു അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതിൽ വരുന്നുള്ളൊരു കുഴപ്പം കൊണ്ടാണ്. കഥാപാത്രം നന്നായി വരുന്നുണ്ട്. ലീല എന്ന കഥാപാത്രം അതിമനോഹരമായിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഈ 2 പേരും അവർക്ക് കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. അവർ വളരെ നന്നായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള 50+ ആയിട്ടുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു കാരണം ഡയലോഗിലുള്ള, ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് ഓൺ ദ സ്പോട്ടിൽ അവർ പങ്കിടുന്ന വികാരങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാതെ വരുന്നു. അതൊരു കാര്യം. പിന്നെ ഈ സംഭവങ്ങളെല്ലാം അവസാന നിമിഷത്തിലുള്ള അവളുടെ ആ ജീവിതം
അവളെല്ലാം ആ ഒറ്റ ദിവസം കൊണ്ട് ആസ്വദിച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളും വികാരങ്ങളും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ആസ്വദിച്ച് അവൾ മരണമടഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ആ സിനിമയിലെ അല്ലെങ്കിൽ ലീല എന്ന കഥാപാത്രത്തിന് ഉള്ളിലേക്ക് അത്രയും നമുക്ക് ആവാഹിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം എന്തുകൊണ്ടും ഫിലിം നല്ലതാണ്. പക്ഷേ ഇതെൻ്റെ കാഴ്ചപ്പാടാണ്, എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഇതുപോലെ മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇതൊരു വിമർശനമായിട്ടും ആരും കരുതണ്ട. ഞാൻ കണ്ട കാര്യങ്ങൾ, എൻ്റെ കണ്ണിലൂടെ കണ്ട കാര്യങ്ങൾ ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമുക്കിത് തിയേറ്റർ സ്പേസിലേക്ക് എത്താതെ പോയെന്നുള്ളൊരു കാരണമാണ് പറയാൻ വേണ്ടി ഞാൻ വന്നത്. അതേപോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ആ കഥാപാത്രങ്ങളെ ഉള്ളിലേക്ക് ഗ്രഹിക്കാൻ പറ്റാതെ വന്നത് ആ ഭാഷയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ആ മേക്കിങ്ങിൽ വന്നിരിക്കുന്ന ഒറ്റ കോസ്റ്റ്യൂമിൽ ആ ഒറ്റ ഡേയിൽ വന്നിരിക്കുന്ന ആ കുറച്ച് പ്രശ്നങ്ങളും ആ കഥകളുമാണ് ഇത് തിയേറ്റർ സ്പേസിലേക്ക് എത്താതെയും സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് അത് വേണ്ട വിധത്തിലേക്ക് അതിൻ്റെ അർത്ഥം ഗ്രാഹ്യോടുകൂടി ആ കഥാപാത്രത്തിന് ഉൾക്കൊള്ളാൻ പറ്റാതെയും വന്നതിൻ്റെ ഒറ്റ കാരണമാണ് ഞാൻ പറഞ്ഞത്. അത് ബാക്കി എല്ലാ തരത്തിലും അഭിനയ മികവുകൊണ്ട് ഇവർ രണ്ടുപേരും അടിച്ച് പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് ചിതാഭസ്മമായിട്ട് വന്ന ആ മനുഷ്യൻ, എനിക്ക് ആരാണെന്നോ അറിയില്ല, പക്ഷെ അയാൾ നമ്മളെ ഹൃദയം കീറി മുറിച്ചിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയെക്കുറിച്ച്. ഓക്കെ, ബൈ.